വിശുദ്ധ എവിപ്രാസമ്മയുടെ പള്ളിയിലാട്ടോ, ഒല്ലൂർ, അതായത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വന്നിരിക്കുന്നത്. വിശുദ്ധ എവിപ്രാസമ്മയുടെ കബറിടം ഇവിടെയാണ്, ഈ പള്ളിയുടെ അകത്താണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ആ പള്ളി കാണിച്ചു തരാം. ഇവിടെ തിരുനാളാണ്, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ലൈറ്റുകളൊക്കെ ഇട്ട്. വിശുദ്ധ എവിപ്രാസമ്മയുടെ രൂപവും തിരുശേഷിപ്പും കബറിടവും ഈ ദേവാലയത്തിലാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരുന്നത് ഞങ്ങൾ കണ്ടു. തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വന്നു പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളൊക്കെ നേടി പോകുന്നുണ്ട്. ഞങ്ങളും ഇവിടെ വന്നു. ഞാൻ ആദ്യമായിട്ട് വരുവാണ്. എന്തായാലും വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ദേവാലയം. അവിടെ നമ്മുടെ ചാവറപ്പിതാവ്, അതുപോലെ തന്നെ ഔസേപ്പിതാവ്, പരിശുദ്ധ കന്യകാമറിയം, ഈശോ, അങ്ങനെ സാധാരണ ഒരു പള്ളി തന്നെയാണ്. പക്ഷേ വിശുദ്ധയുടെ ഭൗതിക ശരീരം ഉള്ള ഒരു പള്ളി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുത്തൻപള്ളി, തൃശ്ശൂർ പുത്തൻപള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എവിപ്രാസമ്മയുടെ ഒല്ലൂരിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് കുറച്ചും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ തന്നെയുള്ള പുത്തൻപള്ളി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം 100 വർഷം ആയിട്ടുണ്ട് ഈ പള്ളി, അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ദേവാലയവും തൃശ്ശൂർ നഗരത്തിൻ്റെ സെൻറ്ററിൽ തന്നെയുള്ളൊരു ദേവാലയമാണ്. വളരെ മനോഹരമായ വലിയൊരു പള്ളിയാണ് കേട്ടത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ദേവാലയമാണ്. പണ്ടല്ല, എൻ്റെ പഠനകാലത്ത് ഞാൻ തൃശ്ശൂർ കുറച്ച് കാലം ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് വരുന്നൊരു പള്ളി കൂടിയായിരുന്നു തൃശ്ശൂർ പുത്തൻപള്ളി. അതിൻ്റെ ആ രൂപഘടന, അതായത് വർഷങ്ങൾക്ക് മുൻപ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഭംഗി മനസ്സിലാകും. അതുപോലെ തന്നെ പുറത്തു നിന്നും ആ ദേവാലയം വളരെ മനോഹരമാണ്. പിന്നെ ഇവിടെ ബൈബിൾ ടവർ എന്ന് പറഞ്ഞിട്ടൊരു ടവറുണ്ട്. അതിൻ്റെ മേലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ നഗരം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുശേഷിപ്പാട്ടോ. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി മനോഹരമായിട്ടുള്ള 2 ദേവാലയങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോയ വഴികളിൽ, ഞാൻ സഞ്ചരിച്ച വഴികളിൽ ഞാൻ കയറിയ ദേവാലയമാണിത്. അപ്പോൾ അതും നിങ്ങളിലേക്ക് എത്തിക്കാം, കാണിച്ചു തരാം. ആഗ്രഹമുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ളൊരു സന്ദർഭവുമായിട്ട്, ഒരു ഇൻഫർമേഷനായിട്ട് ഞാനിത് പങ്കുവെക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ മാത്രമല്ല,